ഹലോ വെൽക്കം ടു അവർ ചാനൽ മൈ സ്പിരിച്വൽ ജേർണി 1111. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് അവരെൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട്, അവർക്കുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഓക്കെ, 6 ഓഫ് കപ്സിൻ്റെ എനർജീസ് ആണ് നമുക്കിവിടെ ഫസ്റ്റിലെ തന്നെ വന്നിട്ടുള്ളത്. മേ ബി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം ഈ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും വീട് അടുത്തടുത്തായിരിക്കാം. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു പോസിബിലിറ്റീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്, നിങ്ങൾ തമ്മിൽ ലിവിങ് ടുഗെദർ. ഓക്കെ, ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു എനർജിയിലായിരുന്നായിരിക്കാം ഉള്ളത്. ഫസ്റ്റിലെ നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, പിന്നീട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നീട് ഒരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് എന്നുള്ള ഒരു എനർജിയിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വാട്ടർ സൈൻ ആണുള്ളത് കേട്ടോ. സൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ സൈൻ ആക്റ്റീവ് ആണ്. ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഫസ്റ്റിലേക്ക് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. പിന്നെ വന്നതിന് ശേഷം ഇവിടെ നിങ്ങളുമായിട്ടൊരു കണക്ഷനിലായി, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിലായിട്ടുണ്ടാവാം. ആ ഒരു ടൈം മുതൽ ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാതായി, ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വന്നു തുടങ്ങി, നിങ്ങളെ ഫോർ ഗ്രാൻഡഡ് ആക്കി എടുക്കാൻ തുടങ്ങി ഈ ഒരു കണക്ഷനിൽ. എനിക്കതൊക്കെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. വാല്യൂ ഇല്ലായ്മ. പക്ഷെ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയെ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവണം. നിങ്ങൾ എപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ലൈഫിലോ ഇങ്ങനെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഈ റിലേഷൻഷിപ്പിനെ പറയുന്നുള്ളത്, ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈഫ് ലോങ് നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെ നിൽക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എത്രമാത്രം നിങ്ങൾ കൊടുക്കുന്നോ ആ ഒരു എമൗണ്ടിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. റീസെൻ്റ്ലി അതില്ല. ഈ ഒരു ടൈമിൽ പ്രസൻറ്റ് സിറ്റുവേഷനിൽ അതില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു കണക്ഷൻ എൻഡായി പോയി എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ് എനർജീസ് ആണ്. ഇവിടെ ജൂൺ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടെൻ ഓഫ് കപ്സ്. അഗെയിൻ ദി ലവേഴ്സിൻ്റെ എനർജീസ് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. 10 ഓഫ് കപ്സ്. നിങ്ങളുടെ ഈ ഒരു പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി നിങ്ങളെ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു സോൾ ലെവൽ കണക്ഷൻ ഈ ഒരു വ്യക്തി ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ നമ്മൾ അഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ 2 സിറ്റുവേഷൻസ് ഉണ്ട്. ആ ഒരു സിറ്റുവേഷൻസിൽ ഏത് ഡയറക്ഷൻ ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻസിനെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സ്റ്റേജുമാണ് എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീൽ ചെയ്യുന്നുള്ളത്. ഇവിടെ ലൈഫിൽ ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇത്രയും മാത്രം ഇൻഫ്ലുവൻസ് ചെയ്തതും അല്ലെങ്കിൽ ഇത്ര മാത്രം ഈ ഒരു വ്യക്തിയുടെ ഹൃദയത്തെ തൊട്ടതും ആയിട്ടുള്ളൊരു ബന്ധം അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളാണ്. മേ ബി അത് നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പ്രയോറിറ്റി ആണ് എന്നുള്ളൊരു എനർജി നിങ്ങൾക്കും പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വേണ്ടിയിട്ട് 10 ഓഫ് കപ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ്, ഒരു ഫുൾ ഇമോഷൻസ് ഇവർ നിങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇവർ നിങ്ങളെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ സം ഓഫ് എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരിക്കാം ഈ റീഡിങ് കാണുന്നുള്ളത്. നിങ്ങൾക്ക് കുട്ടികളുണ്ടായിരിക്കാം 2 എണ്ണം. നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് റീസെൻ്റായിട്ട് നിങ്ങൾ സെപ്പറേഷനിലാണ് ബിക്കോസ് ഓഫ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഡബിൾ മൈൻഡ് കാരണം കൊണ്ട് ഈ ഒരു ടൈമിൽ സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഈ ഒരു കണക്ഷനിൽ ഈ ഒരു ടൈം, ഈ ഒരു സെപ്പറേഷൻ, നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രമാത്രം വാല്യുബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ ലൈഫിൽ. നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എത്രമാത്രം ശൂന്യതയാണ് എന്നുള്ളൊരു എനർജി, ആ ഒരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്കുണ്ട്. ഇവർക്ക് ഈ ഒരു ടൈമിൽ ഫീൽ ആയിട്ടുണ്ട് നിങ്ങളെന്നുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തിയെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവർക്ക് ആ ഒരു നിങ്ങളില്ലായ്മ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇവരെ ഡൗൺ ആക്കുന്ന ഒരു കാര്യമാണ്.
ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ, അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആ ഒരു എനർജീസിലാണ് ഈ ഒരു ടൈം ഈ ഒരു വ്യക്തി ഉള്ളതെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ഡബിൾ മൈൻഡിലാണുള്ളതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവരുടെ മൈൻഡിൽ നിങ്ങളുടെ കണക്ഷനെ കുറിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള തോട്ട്സും വരുന്നുണ്ട്, നെഗറ്റീവായിട്ടുള്ള തോട്ട്സും വരുന്നുണ്ട്. ചാരിയറ്റ് കാർഡാണ് ഇവിടെ ബോട്ടംസിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരിക്കും ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു കണക്ഷനിൽ പോവേണ്ടത് മുന്നോട്ടാണ്. പക്ഷേ ഇവരുടെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സും ഈ ഒരു കണക്ഷനെ കുറിച്ച് നിങ്ങളെക്കുറിച്ചിട്ട് വരുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള തോട്ട്സും വരുന്നുണ്ട്. ഇവർക്ക് ശരിക്കും ആഗ്രഹിക്കുന്നത് പോലെ ഇവർ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്യണമെങ്കിൽ പോലും ഇവർക്ക് അതിന് പറ്റുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് ഉള്ളത് ശരിക്കും. എന്നാൽ പോലും ഒരു ഡയറക്ഷൻ വെച്ചിട്ട് അങ്ങ് മൂവ് ചെയ്യുന്നു, ഒന്നിനെയും മൈൻഡ് ചെയ്യാതെ മൂവ് ചെയ്യുന്നു എന്നുള്ള എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് വാട്ടർ സൈൻ ആണ് ആക്റ്റീവായിട്ട് ഈ ഒരു ടൈമിലുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ മീൻസ് ഇമോഷൻസ്, നമ്മുടെ ഹേർട്ടിൻ്റെ ഫീലിങ്സിനെയാണ് എപ്പോഴും വാട്ടർ സൈൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ടോറസ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ് എനർജീസ്. 10 എപ്പോഴും കംപ്ലീഷനെ കാണിക്കുന്ന നമ്പറാണ്, പൂർണ്ണതയാണ് എപ്പോഴും 10 ഉദ്ദേശിക്കുന്നുള്ളത്. എഗെയിൻ ആ ഒരു 10നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 10 ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ 666 കാണുന്നുണ്ടാവാം. 6 നമ്പർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവാം. എനിക്ക് ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 17 ഇമ്പോർട്ടൻ്റ് ആണ്. 17 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആണ് കേട്ടോ. സോൾമേറ്റ് വൈബാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെയാണ് മീറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ റോങ് പേഴ്സണെയാണ് മീറ്റ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു വ്യക്തി തന്നെ റോങ് ആണ് എന്നുള്ള ഒരു എനർജിയിലേക്കായിരിക്കാം നിങ്ങൾ ഈ ഒരു ടൈമിലുള്ളത്. പക്ഷേ എങ്കിൽ റോങ് അല്ല. ഇയാളുടെ ഫീലിങ്സ് നിങ്ങളോട് പറയുന്ന കാര്യങ്ങളും ഇവരുടെ മനസ്സിലുള്ള ഇമോഷൻസും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇവർ ഭയങ്കര പ്രാക്ടിക്കലാണ്, ഇവർക്ക് നിങ്ങളോട് യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളും ഇല്ല, ഇൻട്രസ്റ്റഡ് അല്ല എന്നായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളത്. പക്ഷെ അങ്ങനല്ല, ഇവരും നിങ്ങളുടെ കൂടെ ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്, ഇവരും നിങ്ങളുടെ കൂടെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ മാരീഡ് അല്ല, സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് മാരേജ് ചെയ്യണം തന്നെയാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നത്, ആ ഒരു കണക്ഷനെ അങ്ങ് മുന്നോട്ടേക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ഇവർക്ക് ഫാമിലി ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളില്ലാതെ ഇവർക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫാമിലി ഉണ്ടെങ്കിലും അവിടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല, ഫുൾ ഇമോഷൻസും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്താണ് ഉള്ളത്. ഫോർ സം ഓഫ് യു ഇതൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം, മാരിറ്റൽ റിലേഷൻഷിപ്പാണ്. അറ്റ് ദ സെയിം ടൈം ഇതൊരു സീക്രട്ട് റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു കണക്ഷൻ നമ്മൾ വെക്കുന്ന കാര്യം വെളിയിൽ ആരും അറിയാൻ പാടില്ല, നമ്മുടെ സുഹൃത്തുക്കൾ അറിയാൻ പാടില്ല, ഫാമിലി അറിയാൻ പാടില്ല, അത്രയ്ക്കും സീക്രട്ട് ആയിട്ട് ഈ ഒരു കണക്ഷനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു എനർജിയിലായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു കണക്ഷനിൽ ഒത്തിരി അധികം ഇൻ ആൻഡ് ഔട്ട് എനർജീസിൽ നിന്നിട്ടുണ്ട്. വന്നും പോയി നിൽക്കുക, വരുമ്പം തോന്നുമ്പം വരിക, തോന്നുമ്പം പോവുക, ആ ഒരു എനർജിയിലാണ് പലപ്പോഴും ഈ ഒരു കണക്ഷൻ്റെ പോക്കുകൾ നിന്നിട്ടുള്ളത്. ലൈക്ക് അങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത്. എന്തുകൊണ്ടാണ് ഈ ഒരു കണക്ഷൻ, ഇനി ഇയാൾ ജെനുവിൻ ആണോ റിയൽ ആണോ എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്കും ഇല്ലാതായിട്ടുണ്ട്. അത് ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ടൈപ്പ് ക്യാരക്ടർ കൊണ്ടാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള കണക്ഷനെ പോലെ തന്നെ വളരെ എപ്പോഴും നിങ്ങളോട് സംസാരിച്ചിരിക്കുക, കൂൾ ചെയ്യുക, നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക, ബേസിക് ആയിട്ട് റിലേഷൻഷിപ്പിലൊക്കെ പറ്റുന്ന ലൈക്ക് വേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളത്, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. പക്ഷേ ഈ ഒരു വ്യക്തി ഇതൊന്നും നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് പോലും ഉണ്ടാവില്ല. ഇവിടെ തോന്നുന്ന ടൈമിൽ നിങ്ങളുടെ അടുത്ത് വന്ന് മിണ്ടുക, എന്നിട്ട് വരുന്ന അതേ സ്പീഡിൽ തന്നെ തിരിച്ചു പോകുന്നുണ്ടാവും. പിന്നീട് മെസ്സേജ് അയക്കുമ്പോൾ നോ റിപ്ലൈ എന്നുള്ളൊരു എനർജി ആയിരിക്കാം. നിങ്ങളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇവരുടെ സംസാരങ്ങളിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും എനിക്ക് നിന്നെ യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റും ഇല്ല എന്നുള്ളൊരു എനർജിയിലായിരിക്കും ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നുള്ളത്. പക്ഷെ ഇവർ ശരിക്കും നിങ്ങളെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട്. അത് നിങ്ങളായിട്ട് വളരെ ഡീപ്പ് ആൻഡ് ഇൻറ്റൻസ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളില്ലാതെ
ഒരു പടി ഈ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു എനർജിയാണ്. മേ ബി ഈ ഒരു വ്യക്തിയുടെ ഈഗോയുടെ പുറത്ത് ഇവർ പോകുന്നുണ്ടാവും, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റും എന്നുള്ള രീതിക്ക് ഇവർ പോകുന്നുണ്ടാവും. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് വീണ്ടും റിയലൈസ് ആവും, എനിക്ക് ആ ഒരു വ്യക്തി ഇല്ലാതെ പറ്റത്തില്ല, പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു എനർജി വരുമ്പോൾ ഒരു വ്യക്തി റിട്ടേൺ നിങ്ങളുടെ ലൈഫിലേക്ക് എഗെയിൻ വരുന്നുണ്ടാവും. ആ ഒരു ടൈമിൽ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവും, എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല, എനിക്ക് നീ എൻ്റെ ലൈഫിൽ എപ്പോഴും നിൽക്കണം, നീയാണ് എൻ്റെ ഇമോഷണൽ സപ്പോർട്ട് എന്നങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടാവണം. വളരെയധികം സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ഒരു വ്യക്തി. കിങ് ഓഫ് വാൻഡ്സിൻ്റെ എനർജീസ് ആണ് നമുക്ക് എഗെയിൻ ഇവിടെ വന്നിട്ടുള്ളത്. കിങ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി എപ്പോഴും ന്യൂ ബിഗിനിങ്സിനെ കാണിക്കുന്ന കാർഡ്സ് ആണ് എഗെയിൻ. അതുപോലെ തന്നെ സ്ട്രെങ്തിനെ കാണിക്കുന്ന കാർഡ്സ് ആണ്. ഇവിടെ ഈ ഒരു വ്യക്തി പലപ്പോഴും നിങ്ങളുടെ കണക്ഷനിൽ ഇരുന്ന ടൈമിൽ നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു വ്യക്തിയായിരിക്കും. ദേഷ്യം വരുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ വിളിച്ച് പറയുന്നുണ്ടാവും. അപ്പം ആ ഒരു ടൈം അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എഗെയിൻ ഇവർ നിങ്ങളോട് മിണ്ടി വരുന്നുണ്ടാവും. എന്നിട്ട് ഇവർ തന്നെ ചോദിക്കുന്നുണ്ടാവും, അതിന് നമ്മുടെ ഇടയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നുള്ള രീതിക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും. അങ്ങനെയായിരിക്കും ഈ ഒരു വ്യക്തി എഗെയിൻ റിട്ടേൺ വരുന്നുണ്ടാവുക. ഇവർക്ക് ആ ഒരു ടൈം ഒരു വഴക്കുണ്ടാക്കി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഒത്തിരി അധികം ഡൗൺ ആയിരിക്കും. പക്ഷേ ഈ ഒരു വ്യക്തി അത്ര അധികം എഫക്റ്റ് ചെയ്യുന്നുണ്ടാവില്ലത്. കാരണം ഓൾറെഡി ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ വഴക്കും പ്രശ്നങ്ങളും എന്ന്. ജസ്റ്റ് കാഷ്വൽ ആയിട്ടായിരിക്കും അത് എടുക്കുന്നത്. പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാത്ത ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ. പക്ഷേ എപ്പോഴും നമുക്കതങ്ങനെ പറയാൻ പറ്റില്ല. ഈ വൺ ടൈം ഇയാൾക്ക് എന്തെങ്കിലും നന്നായിട്ട് ഹേർട്ടായിട്ടുണ്ട് എങ്കിൽ ഈ ഒരു വ്യക്തി പിന്നീട് അതും വെച്ചുകൊണ്ട് ഊതിപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ പേഴ്സൺ വളരെ ഇൻട്രോ ആയിരിക്കാം കേട്ടോ. ഇൻട്രോവേർട്ട് എനർജീസിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അതുമാത്രമല്ല ഈ ഒരു ടൈമിലാണെങ്കിലും ഇവർ ഏറ്റവും കൂടുതൽ കരിയർ ഓറിയൻറ്റഡ് പേഴ്സണാണ്. വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാൾ, കൂടുതലായിട്ടും കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു വ്യക്തി. ഇവർ ചെയ്യുന്ന ജോലി എന്താണോ അതിൽ വളരെ ആത്മാർത്ഥത കാണിക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പ്രയോറിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇമോഷൻ വൈസ് നിങ്ങളിവിടെ പ്രയോറിറ്റിയാണ്. പക്ഷെ ലൈഫിൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഇവരുടെ കരിയർ, ഇവരുടെ ലൈഫ് സ്റ്റൈൽ, മെറ്റീരിയലിസ്റ്റിക് ആ ഒരു എനർജീസൊക്കെയാണ് ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി നിങ്ങളെ കഴിഞ്ഞും യങ്ങർ ആയിട്ടുള്ള ഒരു എനർജി ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇവർ നിങ്ങളോട് ഒത്തിരി അധികം റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. ഒരു ക്രഷ് ഫോർ സം ഓഫ് എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങൾ ക്രഷിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. ക്രഷിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇവരുടെ മൈൻഡിൽ നിങ്ങളെന്നുള്ളൊരു വ്യക്തിയുണ്ട്, നിങ്ങളോടുള്ള റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്, നിങ്ങളോടുള്ള ഒരു അഫെക്ഷൻ ഉണ്ട്, ഒരു ലവ് ഉണ്ട്, നമുക്കത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ബേസ് ആ ഒരു എനർജി ഇവർ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നില്ല. ലൈറ്റായിട്ട് നിങ്ങളുടെ കൂടെ ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്പനി ആയിട്ട് ഇരുന്നിട്ട് പിന്നീട് പ്രാക്ടിക്കലായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നുള്ളൊരു എനർജി ആയിരിക്കാം. പക്ഷേ റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ ക്രഷ് നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, നിങ്ങളോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതിന് റീസൺ ഈ ഒരു ടൈമിൽ ഇവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ നിങ്ങളോട് ഇഷ്ടമില്ലാഴികയൊന്നുമില്ല, ഇവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്. എനിക്കിതിവിടെ ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിള്ളേരാണെന്നാണ് തോന്നുന്നത് കേട്ടോ. എല്ലാവർക്കും അല്ല, ഇത് സ്പെസിഫിക് മെസ്സേജാണ്. ക്രഷുകൾക്ക് വേണ്ടിയിട്ടാണ് കാണുന്നത്. നിങ്ങൾ പിള്ളേരാണ്. അപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോളേജിലൊക്കെ പോകുന്ന ടൈമിൽ നിങ്ങൾ ഇവരെ മീറ്റ് ചെയ്തിട്ട് ഇവർ ജസ്റ്റ് ഐ കോണ്ടാക്ട്, ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ട് എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ. സോ ആ ഒരു അട്രാക്ഷൻ, ഒരു അഫെക്ഷൻ, ഒരു മുൻജന്മ ബന്ധം ഫീൽ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു വ്യക്തിയായിട്ട്. ഓക്കെ, ആ ഒരു എനർജീസിലാണ് നിങ്ങൾ ഈ ഒരു ടൈമിലുള്ളത്. അപ്പം നിങ്ങൾക്ക് പക്ഷേ അതൊരു ഈ ഒരു എനർജീസിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് വല്ലാത്തൊരു 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരെ ഇഷ്ടമാണ്, ഒത്തിരി അധികം ഇഷ്ടമാണ്. നിങ്ങളോട് ഈ ഒരു വ്യക്തി ശരിക്കും ഇവർക്ക് നിങ്ങളോട് സെയിം ഇഷ്ടമുണ്ടോ എന്ന് നിങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ആൻസർ ഒരു എസ് തന്നെയാണ്. ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്. ബിക്കോസ് നമുക്കതിവിടെ കാണാൻ പറ്റും. പക്ഷേ ഇവരുടെ ആക്ഷനിൽ അത് കാണിക്കുന്നുണ്ടാവില്ല. കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എനർജീസാണ് ഇവരുടെ. ഒരു എനർജി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം ഇതിനുള്ളൊരു ടൈം ആയിട്ടില്ല. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ടല്ലോ. ആ സമയത്ത് എല്ലാം പറയാം, അല്ലെങ്കിൽ എല്ലാം ഓക്കെ ആക്കാം എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്?
Current feelings, please. Ten of Swords. ഈ ഒരു ടൈമിൽ ഇവിടെ കണക്ഷൻ എൻഡ് ആയിട്ടുണ്ട്. ഫോർ സം ഓഫ് യു എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കണക്ഷനിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ഒത്തിരി അധികം. ഓക്കെ, ട്രസ്റ്റ് ഇഷ്യൂസ് ആണ് മെയിനായിട്ടും ഈ ഒരു കണക്ഷൻ എൻഡ് ആവാനായിട്ടുള്ളൊരു റീസൺ. പലപ്പോഴും നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു കണക്ഷനിൽ വേറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു വ്യക്തി നിങ്ങളോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടാവാം. ആ ഒരു ഡൗട്ടിൻ്റെ എനർജീസിലാണ് ഇവിടെ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷൻ എൻഡായി പോയിട്ടുള്ളതെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു കണക്ഷൻ എൻഡായി പോയിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഈ ഒരു കണക്ഷനിൽ എഗെയിൻ ഒരു റീബർത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല എന്നുള്ളൊരു എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും അങ്ങ് പറ്റുന്നില്ല എന്നുള്ളൊരു എനർജി ഒന്നുമല്ല. അങ്ങനെ വലിയൊരു ആൻസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്ക് ഒരു വ്യക്തി പോയി എന്ന് നമുക്ക് പറയാൻ ഒക്കെയല്ല. പക്ഷെ ഇവർ നിങ്ങളെ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം, നിങ്ങളുമായിട്ടുള്ള സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസ് ഇവർ നിങ്ങളെ ഇട്ടിട്ട് പോയെങ്കിൽ പോലും ഇവർക്ക് എന്താ നിങ്ങളെപ്പോലുള്ള ഒരാളെ ഈ ഒരു വ്യക്തി കണ്ടുമുട്ടിയിട്ടില്ല എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു എനർജി, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായി ഇവർ തേർഡ് പാർട്ടിയുടെ കൂടെ പോയെങ്കിൽ പോലും ഇവർക്ക് നിങ്ങളുടെ വർത്ത് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾ നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആരോ ഒരാൾ കണക്ഷൻ മനഃപൂർവ്വം എൻഡാക്കിയതാണ്. കാരണം നിങ്ങൾ ഹേർട്ട് ആവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഇവരുടെ ആക്ഷൻസിൽ പലപ്പോഴും ഒരു ഫ്ലേർട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ റെഡ് ഫ്ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ടാവും അവർ നിങ്ങളെ പറ്റിക്കുവാണെന്ന്. പക്ഷേ അവരങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഇൻറ്റൻഷനിൽ അങ്ങനൊന്നുമില്ല. ബിക്കോസ് അവർ പറയുന്നുണ്ടാവും അവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അത് നിങ്ങളത് ഒരു പക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതൊരു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ പറയാതെ അറിയട്ടെ എന്നുള്ളൊരു എനർജിയിലായിരിക്കും ഈ ഒരു വ്യക്തി ഉള്ളത്. പലപ്പോഴും നിങ്ങൾക്ക് പറയാതെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് എന്നാലും ഒരു ക്ലാരിറ്റി വേണമല്ലോ എല്ലാ കാര്യത്തിലും. ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇവരുടെ വായി തന്നെ കേൾക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം പലപ്പോഴും. വളരെ ഡൗൺ ആണ് ഈ ഒരു ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോൾ സെർച്ചിങ് എനർജീസിലാണ്. ഇവിടെ ഒരു സോൾ സെർച്ചിങ്, ഒരു ഹീലിംഗ് എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇവർ നിങ്ങളുമായിട്ടൊരു ഡീപ്പ് ഇൻറ്റൻസ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ പറ്റിച്ചിട്ട് ഇവിടെ ഈ ഒരു വ്യക്തി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു വ്യക്തി നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ടിരിക്കുന്ന എനർജി ആണെങ്കിൽ പോലും ഇവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഒത്തിരി അധികം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് കുറച്ച് ടൈം എടുക്കും എന്ന് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ ഹെർമിറ്റാണ് വന്നിട്ടുള്ളത്. ഇവർക്ക് കൂടുതലായിട്ടും എക്സാക്റ്റ് ഇവർ ചിന്തിക്കുന്ന ഒരു ടൈമാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ എക്സാക്റ്റായിട്ട് എന്താണ് വേണ്ടത്, എന്നെ ഹാപ്പി ആയിട്ട് വെക്കുന്നത് എന്താണ് എന്നുള്ളൊരു ഇയാൾക്കൊരു ആൻസർ വേണം. ആ ഒരു ആൻസറിന് വേണ്ടിയിട്ടൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടിരിക്കുന്ന ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ബട്ട് ഡോണ്ട് വറി, ഇവിടെ കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എഗെയിൻ ഒരു കണക്ഷൻ, ഒരു റീബർത്ത് ഉണ്ടാവും ഉറപ്പായിട്ടും. കാരണം ഈ ഒരു വ്യക്തി അധികം ഇങ്ങനെ സഹിച്ചിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല നിങ്ങളെ ഇട്ടേട്ട് പോവുക എന്നുള്ളൊരു എനർജിയിൽ, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാതെ ഈ വ്യക്തിക്ക് അധികം നേരം ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ഇവർ ഇൻട്രസ്റ്റഡ് ആണ്, വളരെയധികം ഇൻട്രസ്റ്റഡ് എന്ന് പറയുമ്പോൾ അതൊരു റോങ് ആവും. ഇവർ നിങ്ങളോട് ഒത്തിരി അധികം സ്നേഹമുണ്ട്, ഒത്തിരി അധികം നിങ്ങളുള്ളപ്പോഴാണ് ഒരു ഹാപ്പിനെസ്. ഈ 10 ഓഫ് കപ്സിൻ്റെ എനർജീസ് അത്രമാത്രം ഓവർഫ്ലോയിങ് ഓഫ് ലവ് അല്ലെങ്കിൽ ഓവർഫ്ലോയിങ് ഓഫ് ഇമോഷൻസ് ഇവരുടെ മനസ്സിൽ നിങ്ങളോടുണ്ട്, ഇവർ പറഞ്ഞാലും ഇല്ലെങ്കിലും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഫൂൾ, കമ്പാരിസൺ. എനിക്ക് തോന്നുന്നു ഇവിടെ റിലീജിയസ് ഫാക്ടർ ആയിരിക്കാം തേർഡ് പാർട്ടി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിരിക്കാം. ഇവിടെ തേർഡ് പാർട്ടി ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കണം ഈ ഒരു വ്യക്തിയും സ്റ്റക്കായിട്ട് നിൽക്കുന്നുള്ളത്. ബട്ട് ഡോണ്ട് വറി, ഇവർ ഫാമിലി കാരണം കൊണ്ടാണ് ഈ ഒരു ടൈമിൽ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുള്ളത് കേട്ടോ. അതാണ് ഇവിടെ മെയിൻ ആയിട്ടും റീസൺ. ഇവർ ഒരു ഐസൊലേഷൻ എനർജീസിലാണുള്ളത്. പക്ഷെ ഇവിടെ ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവും, ഇതൊരു ടവർ മൂവ്മെൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ഒരു ടവർ മൂവ്മെൻറ്റ് ഉണ്ടാവും.
ഇവിടെ ഒരു ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ഇവിടെ ഹാർമോണിയുടെ കാർഡ് വന്നിട്ടുണ്ട്, കംപ്ലീഷൻ, റെസിപ്റ്റിവിറ്റി, ഗോയിങ് വിത്ത് ദി ഫ്ലോ. ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഒരു ഗോയിങ് വിത്ത് ദി ഫ്ലോയിൽ പോകുന്നുണ്ട്, നിങ്ങളും ഒരു ഗോയിങ് വിത്ത് ദി ഫ്ലോയിൽ പോവുക കേട്ടോ. ഇവിടെ ഒരു നമുക്കിവിടെ ഒരു മെസ്സേജസ് ആയിട്ട് ഒരു 2 കാർഡ് ഗോയിങ് വിത്ത് ഫ്ലോഡ് എനർജീസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗോയിങ് വിത്ത് ഫ്ലോയിൽ, ഇതുപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തിയും പോകുന്നുള്ളത്, ഒരു ഗോയിങ് വിത്ത് ഫ്ലോയിൽ. നിങ്ങൾ ഈ ഒരു കണക്ഷനെ എന്താ പറയുക, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്കായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ന്യൂ വിഷനോട് കൂടി നോക്കിക്കാണുക. നമ്മൾക്ക് ലൈഫിൽ ഒത്തിരിയധികം ഇഷ്യൂസ് ക്രിയേറ്റ് ആവുന്നുണ്ടാവും. മേ ബി അതൊരു പോസിറ്റീവ് രീതിയിലാവാം, ഒരു നെഗറ്റീവ് രീതിയിലാവാം. പക്ഷേ എന്നാൽ പോലും നമ്മൾ എന്ത് ഇഷ്യൂസ് നമ്മുടെ ലൈഫിൽ വരുന്നോ അതിനെ ശരിക്കും നമുക്കൊന്ന് വീക്ഷിക്കാൻ പറ്റണം. എക്സാക്ട് എന്തുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷൻസ് എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്, എന്താണ് ആ ഒരു സിറ്റുവേഷൻസ് എന്നെ ലേൺ ചെയ്യിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ ലൈഫിൽ വരുന്ന പല സിറ്റുവേഷൻസിനെ നമ്മൾ ലേൺ ചെയ്യുന്നുണ്ടാവില്ല, ജസ്റ്റ് അതിനെ ഒബ്സർവ് ചെയ്യുന്ന പോലും ഉണ്ടാവില്ല. ജസ്റ്റ് ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ അങ്ങ് ഡൗൺ ആയി പോകുന്നുണ്ടാവും. പക്ഷെ ശരിക്കും യൂണിവേഴ്സ് എന്തോ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഓരോ സിറ്റുവേഷൻസും ഓരോ ബ്രേക്ക് ത്രോയും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നുള്ളത്. നമ്മളതിനെ നോക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് എന്താണോ ഉള്ളത്, നിങ്ങളുടെ ആ ഒരു കണക്ഷനിൽ എന്താണോ യൂണിവേഴ്സ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക ഈ ഒരു കണക്ഷനെ. ഇവിടെ നിങ്ങൾക്കൊരു കംപ്ലീഷൻ, അതായത് നിങ്ങൾക്കൊരു ഈ ഒരു കണക്ഷനിലൊരു പോസിറ്റിവിറ്റി അല്ല, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഔട്ട്കം, ഒരു ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു മാരേജ് വരെ ഈ ഒരു കണക്ഷനിൽ പോസിബിൾ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് മാരേജ് പോസിബിൾ ആയിട്ടുള്ളവർക്ക് മാരേജ് പോസിബിൾ ആവുന്നുണ്ടാകും കേട്ടോ. ഇനി മാരേജ് പോസിബിൾ അല്ല, മാരിറ്റൽ റിലേഷൻഷിപ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. പക്ഷെ എന്താ വേണ്ടത്, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക. എന്താണോ യൂണിവേഴ്സ് നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ലേൺ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം പലപ്പോഴും നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിൽ നിന്നൊരു ലെസൺസ് നമുക്ക് കിട്ടുന്നുണ്ടാവും. ആ ലെസൺസിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് അടുത്ത കാര്യങ്ങൾ എന്താണോ അതിനെ നമുക്ക് യൂണിവേഴ്സ് നമ്മളിലേക്ക് ഇതാക്കുന്നുണ്ടാവും. അതായത് ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് തരാനുള്ള ഒരു ബ്ലെസ്സിങ്സ്, അബണ്ടൻസ്, ആ ഒരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് തരുന്നുണ്ടാവും. ഓക്കെ, ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരാനുള്ളതെന്ന് ചോദിക്കാം ഈ ഒരു സിറ്റുവേഷൻസിൽ. റിമൈൻ പോസിറ്റീവ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഏഞ്ചൽസ്. The situations will improve. ട്രസ്റ്റിൻ്റെ എനർജീസ് ആണ്. നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. ലൈറ്റ് പോയില്ലേ, യൂണിവേഴ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ട്രസ്റ്റ് ദ പ്രോസസ് ഓഫ് യൂണിവേഴ്സ്. നിങ്ങൾ ഏത് ഡിവൈൻ പവറിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ഡിവൈൻ പവറിനെ വിശ്വസിക്കുക. നിങ്ങൾ ആ ഒരു പവറിൽ ഒരു മെഡിറ്റേഷൻ മോഡിൽ പോവുക. നിങ്ങൾ നന്നായിട്ട് ഒരു സ്പിരിച്വാലിറ്റിയിൽ കൂടുതലായിട്ടും ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉത്തരം യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കൊണ്ട് തരുന്നുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതിൻ്റെ എല്ലാം ബേസിക് എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. നിങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്, ആൻസൈറ്റിയിലാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിൽ നിങ്ങൾ വെളിയിൽ വരിക. നിങ്ങൾക്ക് എന്ത് ക്ലാരിറ്റി ആണോ വേണ്ടത് അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസിൻ്റെ ഒരു, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവിടെ ഒരു പോസിറ്റീവ് ഔട്ട്കം ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഇവിടെ ഒരു ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ദ ഏഞ്ചൽസ് പറയുന്നത്. അപ്പം സിറ്റുവേഷൻസ് ഇംപ്രൂവ് ആവും. പക്ഷെ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കണം. സിറ്റുവേഷൻസ് ഓക്കെ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കണം. നിങ്ങൾ വളരെയധികം മെൻ്റലി സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നുണ്ടാവണം, ഒരു ഇൻ ആൻഡ് യാങ് ബാലൻസിൽ ഇരിക്കുന്നുണ്ടാവണം. അപ്പോഴായിരിക്കും ഇവിടെ നമുക്ക് ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾ പോകുന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ്. അപ്പം ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ, ഒരു സോൾമേറ്റ് ജേർണി ആയതുകൊണ്ട് തന്നെ നമുക്കതങ്ങനെ പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ടാസ്ക് നിറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത്ര എളുപ്പത്തിലൊന്നും ഒരു സോൾമേറ്റ് ജേർണീസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ട്വിൻ ഫ്ലെയിം ജേർണി അത്രയും ടഫ് ഒന്നും അല്ല. പക്ഷെ എന്നാലും നമ്മൾ യൂണിവേഴ്സ് എന്താണോ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സോൾ പർപ്പസ് എന്താണോ ആ ഒരു എനർജി നമുക്ക് മനസ്സിലാക്കാനായിട്ടായിരിക്കണം മേ ബി ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക. അതിന് അക്കോർഡിംഗ് യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരിടത്തും ഒരു തരത്തിലും ഉള്ളൊരു ഫെയിലിയർ ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. ചാനലിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. സോ താങ്ക് യു സോ മച്ച്.